നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി നടി വിൻസി അലോഷ്യസ്. സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് അപമര്യാദയായി പെരുമാറി എന്ന ഗുരുതര ആരോപണമാണ് വിൻസി അലോഷ്യസ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വിൻസി ആദ്യമേ തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി തനിക്ക് ഇത്തരത്തിലൊരു ഗുരുതരമായ മോശമായ പെരുമാറ്റം ഒരു പ്രമുഖ നടനിൽ നിന്നുണ്ടായെന്ന്, ലഹരി ഉപയോഗിച്ചുള്ള മോശമായ പെരുമാറ്റം തൻ്റെ ഒരു സെറ്റിൽ വെച്ചൊരു പ്രമുഖ നടനിൽ നിന്നുണ്ടായെന്ന് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു. പക്ഷേ ആ സമയത്തും വിൻസി ആരാ നടനെന്നോ എന്താണ് സംഭവമെന്നോ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. കൂടാതെ അതിൻ്റെ ഔദ്യോഗിക നടപടിക്രമം എന്നുള്ള രീതിയിലാണ് വിൻസി തൊട്ടടുത്ത ദിവസം തന്നെ അമ്മയ്ക്കും ഫിലിം ചേംബറിനും ഔദ്യോഗികമായി നടി പരാതി നൽകിയത്. ആ പരാതിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ ചാനലുകൾ വഴി ലീക്ക് ചെയ്ത് പുറത്തു വന്നിരിക്കുന്നത്. ചാനലുകളിൽ വിൻസി അലോഷ്യസ് അതിനുശേഷം കൊടുത്ത ഇൻ്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്നത് താനായിട്ട് ആ നടൻ്റെ പേരോ ആ ചിത്രത്തിൻ്റെ പേരോ പൊതുമധ്യത്തിൽ പറയുന്നില്ല, ഇത്തരത്തിലൊരു പൊതുമധ്യത്തിൽ വലിച്ചിഴക്കണമെന്നും താൻ ഉദ്ദേശിച്ചിരുന്നില്ല. തൻ്റെ നിലപാട് ഇത് ഔദ്യോഗികമായിട്ട് സിനിമാ സംഘടനകൾ വഴി തന്നെ ഇതിനുള്ള പരിഹാരവും ഇതിനുള്ള നടപടിക്രമങ്ങളും കൈക്കൊള്ളണം എന്നുള്ളതാണെന്നാണ് നടി ഏഷ്യാനെറ്റ്, മനോരമ, 24 അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും വ്യക്തമാക്കിയിരിക്കുന്നത്. സൂത്രവാക്യം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് അപമര്യാദയായി പെരുമാറിയതെന്നാണ് നടി ഫിലിം ചേംബറിനും അമ്മയ്ക്കും നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മ അതിനെതിരെ ഒരു അന്വേഷണ കമ്മീഷനെയും ഇതുവരെ നിയമിച്ചു കഴിഞ്ഞു. വിനു മോഹൻ നേതൃത്വത്തിലടങ്ങിയ അന്വേഷണ കമ്മീഷനാണ് ഇപ്പോൾ നടനെതിരെയുള്ള ആരോപണം അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫിലിം ചേംബറിൻ്റെ വഴികയും നടന് ശക്തമായ നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടെ എറണാകുളം റീജിയൻ ഡാൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയ്ക്കിടെ ഹോട്ടൽ വേദാന്തയിൽ നിന്ന് രക്ഷപ്പെടുന്ന നടൻ ഷൈൻ ടോം ചാക്കോവിൻ്റെ CCTV വിഷ്വൽസും പുറത്തു വന്നിട്ടുണ്ട്. നടൻ എന്തിന് പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ടു എന്നുള്ള വിവരവും പരിശോധന നടത്തുമ്പോൾ എന്തിന് ഒളിച്ചോടി എന്നുള്ള വിവരവും അന്വേഷിക്കുമെന്നും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ഡാൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിനും അതിനെതിരെ കർശന നടപടിയെടുക്കുന്നതിനും വേണ്ടി രൂപീകരിച്ചതാണ് ഡിസ്ട്രിക്ട് നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് അഥവാ ഡാൻസാഫ് എന്നത്. അതിൻ്റെ ശക്തമായ നടപടിക്രമങ്ങളാണ് സിനിമാ മേഖലയിലും ഒക്കെയായിട്ട് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലഹരി ഉപയോഗം മലയാള സിനിമയിൽ കൊടുമ്പിരി കൊണ്ട് വാർത്തയായിരിക്കുകയാണ്.